ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരായ എസ്പിയുടെ ശുപാർശ അട്ടിമറിച്ചത് മുൻ DGP ടി പി സെൻകുമാറെന്ന് മർദ്ദനമേറ്റ മുൻ SFI നേതാവ് ജയകൃഷ്ണൻ. കോന്നി CA ആയിരുന്ന മധുബാബുവിനും SI ഗോപകുമാറിനുമെതിരെ താൻ കോടതിയെ സമീപിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് സെൻകുമാർ നടപടി ഒഴിവാക്കിയത് എന്നും ജയകൃഷ്ണൻ. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാൽ, അന്ന് ആ കേസിൽ എന്ത് സംഭവിച്ചു എന്നാണ് ജയകൃഷ്ണൻ ഇപ്പോൾ പറയുന്നത്? UDF ഭരണകാലത്ത് 2012 ഒക്ടോബർ മാസത്തിലാണ് ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ മർദ്ദനമേൽക്കുന്നത്. പിന്നെയും 4 വർഷത്തിന് ശേഷമാണ് അന്വേഷണം പൂർത്തിയാകുകയും ആരോപണ വിധേയരായിട്ടുള്ള മധുബാബു, അതോടൊപ്പം തന്നെ SI ആയിരുന്ന ഗോപകുമാർ എന്നിവർക്കെതിരെ പരാതിക്കാരൻ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ തന്നെ സത്യസന്ധമാണെന്നും അത് കസ്റ്റഡി മർദ്ദനമാണ് എന്നും വ്യക്തമാക്കിക്കൊണ്ട് പത്തനംതിട്ട SP ആയിരുന്ന ഹരിശങ്കറിന്റെ റിപ്പോർട്ട് സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ DGPയുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഈ വിഷയത്തിന് വിവാദ പരിവേഷണം ലഭിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിൽ ജയകൃഷ്ണൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞത് മധുബാബുവിനെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടി സ്വീകരിക്കാതിരുന്നത് അന്ന് DGP ആയിരുന്ന സെൻകുമാർ എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. തുടർന്ന് സെൻകുമാറിന്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വരികയും 2012 താൻ DGP ആയിരുന്നില്ലെന്നും സഖാവിന്റെ അടക്കം എല്ലാവരുടെയും പ്രിയങ്കരനായ ബെഹ്റയായിരുന്നു ആ കാലയളവിൽ DGP ആയിരുന്നതെന്നും ഉള്ള പരിഹാസ രൂപേണയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സെൻകുമാർ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് പുതിയ ആരോപണം, അല്ലെങ്കിൽ ആരോപണത്തിന് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് ജയകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതായത് 2016 അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും 2017 ജൂലൈ മാസം ഇതുമായി ബന്ധപ്പെട്ട് ജയകൃഷ്ണൻ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ തുടർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ വേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് TP സെൻകുമാർ എത്തി എന്നുള്ള ആരോപണമാണ്. അതിന് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. ഈ ആരോപണത്തിന്റെ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നതിന്, അല്ലെങ്കിൽ ആരോപണത്തിന്റെ നിജസ്ഥിതി വ്യക്തമാക്കുന്നതിന് TP സെൻകുമാറിന്റെ സാന്നിധ്യത്തിൽ എടുത്ത ഒരു തീരുമാനത്തിന്റെ കുറിപ്പ് കൂടി ജയകൃഷ്ണൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്.